നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മഴക്കാനായി തുടങ്ങിയിട്ട് നമ്മുടെ പറമ്പിലും അതുപോലെ ചെടിച്ചട്ടിയിലൊക്കെ ഒച്ചുകളുടെ ശല്യം ഭയങ്കരമായിട്ട് വരാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ചെറിയ പീരിയൻ ഒച്ചുകളുണ്ട്. ഇത്തരം പീരിയൻ ഒച്ചുകളും ഭയങ്കരമായിട്ട് നമ്മൾ ശല്യം ചെയ്യും. നമ്മുടെ ചെടിച്ചട്ടിലൊക്കെ ഇത്തരം പീരിയൻ ഒച്ചുകൾ ചെറുതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ മതി, ആ കൂടുതലായിട്ട് പെറ്റുവരികി ഒരുപാടെണ്ണം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം ഒച്ചുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പേര് പല രീതിയും പല ടെക്നിക്കുകളും ചെയ്തു നോക്കാറുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് വിജയിക്കാറില്ല. ഒരെണ്ണത്തിനെ കൊന്നു കഴിഞ്ഞാലും മണ്ണിന്റെ അടി 2-3 പിന്നെയും ഉണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വളർന്നു വന്നിട്ട് വീണ്ടും മുട്ടയിട്ട് ഒരുപാടെണ്ണമായിട്ട് പിന്നെയും വരും. അപ്പൊ നമുക്ക് എങ്ങനെ ഇത്തരം ഒച്ചുകളെ നമ്മളെ തുടർന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പൂർണ്ണമായിട്ട് ഇവരെ ഒഴിവാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും നമുക്ക് ഇവരെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതിന് പറ്റിയൊരു കീടനാശിനിയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. അപ്പൊ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 1/4 ഗ്ലാസോളം വെള്ളമാണ്. ഇങ്ങനെ ഒരു 1/4 ഗ്ലാസോളം വെള്ളം എടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കഷ്ണം തുരിശാണ്. ഇത്രയും വലിപ്പമുള്ള ഈ തുരിശെടുത്ത ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് അല്പം പൊടിച്ച ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ വളരെ പെട്ടെന്ന് അത് ഡൈല്യൂട്ടായി കിട്ടും. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നീല കളർ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് വേണ്ട കുറച്ച് പുകയിലാണ്. ഈ പുകയില കൊണ്ട് നമ്മൾ തലേ ദിവസം ഇതേപോലെ കാണുന്ന വെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിറത്തിൽ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ പുകയിലയുടെ വെള്ളം കിട്ടും. ഇതാണ് നമുക്കിനി വേണ്ടത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചെടിച്ചട്ടിയിലും അതുപോലെ ഒച്ച് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, മണ്ണിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും തുരിശിന്റെ അളവ് കൂടാൻ പാടില്ല. തുരിശിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരുപാട് ദോഷമാണത്. അപ്പോൾ ഇതുമായിട്ട് കോണ്ടാക്ട് ഒച്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒച്ചുകൾ പൂർണ്ണമായിട്ടും ചത്തുപോകും. അടിയിൽ മണ്ണിന്റെ അടിയിലൊക്കെ എടുക്കുന്ന ഒച്ചുകളെ നമുക്ക് കൊല്ലാൻ കഴിയില്ല. അത് പുറത്തു വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 3 ദിവസം കൂടുമ്പോൾ ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം. ഒച്ചുകൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു.